Assalamualaikum. Good morning to all. Welcome to the Max class. How are you children? I hope all of you fine and safe at home. So before starting the class, let's say dua for knowledge. Rabbi Yasir, Wala Tu'asir, Wa Tamim Bil Khair, Wa Bika Nasta'inu, Ya Fattahu, Rabbi Sidni Ilma. Rabbi Sidni Ilma, Rabbi Sidni Ilma. So today we are going to learn circles. Okay. So നിങ്ങൾക്ക് സർക്കിൾസ് എന്താണെന്ന് അറിയാം, അതൊരു ഷേപ്പാന്നുള്ളത് അറിയാം. പക്ഷേ സർക്കിൾസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, എ സർക്കിൾ ഈസ് എ ക്ലോസ്ഡ് ആൻഡ് കർവ്ഡ് ഫിഗർ. സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്, അതുപോലെ തന്നെ കർവ്ഡ് ഫിഗർ ആണ്. ഓക്കെ, കർവ് ലൈൻസ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്തേക്കുന്നതാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. So next one, the center of a circle is a fixed point from which all the points on the boundary are at an equal distance. എന്താണ് പറയുന്നത്? സർക്കിൾസിന് എന്തുണ്ട്? ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും ബൗണ്ടറിയിലേക്കുള്ള എല്ലാ പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഫിക്സഡ് ലെങ്തിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസും ഈ സെൻറ്ററിൽ നിന്നും ഈ ബൗണ്ടറിയിലെ മറ്റൊരു പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഈ ലൈൻ സെഗ്മെൻറ്റിന് ഈക്വൽ ആയിരിക്കും ഈ ലൈൻ സെഗ്മെൻറ്റ്. ഓക്കെ, സോ ഇതിന് രണ്ടിനും എന്ത് തന്നെ ആയിരിക്കും? സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. സോ ഈ ഫിക്സഡ് പോയിന്റിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് ദി സർക്കിൾ. സോ ഇത് സർക്കിളിന് എന്തുണ്ട്? ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൽ നിന്നും ബൗണ്ടറിയിലേക്കുള്ള എല്ലാ പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ദ ലെങ്ത് ഓഫ് ദി കർവ്ഡ് ബൗണ്ടറി ഓഫ് ഈ സർക്കിൾ ഈസ് കോൾഡ് ഇറ്റ്സ് സർക്കംഫറൻസ്. സോ സർക്കംഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ന്യൂ ടേം ആണ് അല്ലേ? സോ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിൻ്റെ ഈ ബൗണ്ടറി, ഇതാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഈ ബൗണ്ടറിയുടെ ലെങ്ത് ആണ് അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ലെങ്ത് ആണ് ഇതിൻ്റെ സർക്കംഫറൻസ്. സോ ഈ കർവ് ലൈൻസ്, ഈ ലൈൻസിൻ്റെ എന്താണ്? അതിൻ്റെ ലെങ്ത് ആണ് ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. So next one, the distance between the center of a circle and any point on the boundary of a circle is called radius. So radius എന്ന് ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സെൻറ്ററിൽ നിന്നും ഈ ബൗണ്ടറിയിലേക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. സോ ഈ സെൻറ്ററിൽ നിന്നും ബൗണ്ടറിയിലെ ഏതെങ്കിലും ഒരു പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ്. ഓക്കെ, സോ എത്ര റേഡിയസ് ഉണ്ട് ഇവിടെ? എ ബി എന്ന് പറയുന്ന ഒരു റേഡിയസ് ആണ് സർക്കിളിൻ്റെ. എ സി എന്ന് പറയുന്ന ഒരു റേഡിയസ് ആണ്. എ ഡി എന്ന് പറയുന്നത് ഒരു റേഡിയസ് ആണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് ഏതൊക്കെയാണ്? എ ബി, എ സി, എ ഡി. Okay, so the central നിന്നും the distance between the center and center of a circle and any point on the boundary of a circle is called radius. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്ററിൽ നിന്നും ബൗണ്ടറിയിലെ ഏതെങ്കിലും ഒരു പോയിന്റ്സിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ്. Next one, the longest line segment that passes through the center
സെൻറ്റർ ഓഫ് എ സർക്കിൾ ഇസ് കാൾഡ് ഡയമീറ്റർ. ഡയമീറ്റർ ആണ് അടുത്ത ടേം. ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോങ്ങസ്റ്റ് ലൈൻ സെഗ്മെൻ്റ് ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് അത്? ഈ സെൻറ്ററിൽ കൂടി വേണം അത് പാസ് ചെയ്ത് പോവാൻ, എങ്കിൽ അതിനാ പറയുന്ന പേരാണ് ഡയമീറ്റർ. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ലൈൻ സെഗ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഡയമീറ്റർ. ഓക്കെ, സോ ഇതിന് ഇനി വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇപ്പം ഞാൻ നോക്കിയേ, സെൻറ്ററിൽ നിന്നും ഈ ബൗണ്ടറിയിലെ ഏതെങ്കിലും ഒരു പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ്. ഓക്കെ, സോ ഇവിടെ തൊട്ട് നോക്കേ, ഇവിടെ എന്ന് പറയുന്നത് ഒ എ ആൻഡ് എ ബി ആർ ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, ആൻഡ് ഒ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് സെൻറ്ററിൽ കൂടെ അല്ലേ പാസ് ചെയ്ത് പോയേക്കുന്നത്. സോ ഒ ബി എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ എന്താണ്? ഡയമീറ്റർ ആണ്. അതായത് ദ ലെങ്ത് ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഓൾവേസ് ട്വൈസ് ദ ലെങ്ത് ഓഫ് ദി റേഡിയസ് ഓഫ് എ സർക്കിൾ. ഈ റേഡിയസിൻ്റെ ട്വൈസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ. റേഡിയസിൻ്റെ ഇരട്ടിയായിരിക്കും ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒ എ എന്ന് പറയുന്നത് ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ എത്ര ആയിരിക്കും? ഡയമീറ്റർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഒ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ റേഡിയസ് ആണ്. ഇവിടെ എ ബി എന്ന് പറയുന്നത് ഒ എന്ന് പറയുന്ന റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. എ ബി എന്ന് പറയുന്ന റേഡിയസ് എന്താണ്? 5 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഒ ബി എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഈ റേഡിയസിൻ്റെ ട്വൈസ് ആയിരിക്കും ഡയമീറ്റർ എന്ന് പറയുന്നത്. എത്രയാണോ റേഡിയസ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ട്വൈസ് ആയിരിക്കും ഡയമീറ്റർ. So take your page number 50. First we will do the exercise. Let us try 3.4. First one, write true or false for each of these statement. കുറച്ച് 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ട്രൂ ഓർ ഫോൾസ് എന്നാണ് പറയേണ്ടത്. ഫസ്റ്റ് വൺ, എ സർക്കിൾ ഹാസ് മോർ ദാൻ 1 സെൻറ്റർ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് false. എന്താ കാരണം? ദ സർക്കിൾസിന് എത്ര സെൻറ്ററേ ഉള്ളൂ? ഓൺലി 1 സെൻറ്റർ. ഓക്കെ, ദ സർക്കിൾ ഹാസ് only 1 center. Second one, the radius of a circle is shorter than the diameter of the circle. Is a true statement. That is, radius diameter നേക്കാൾ എന്തായിരിക്കും? ചെറുതായിരിക്കും റേഡിയസ്. റേഡിയസിൻ്റെ ട്വൈസ് ആണ് ഡയമീറ്റർ. സോ ഡയമീറ്ററിൻ്റെ ഹാഫ് ആണ് റേഡിയസ്. So see, the radii of a circle have different length. The radii means the plural form of radius. Okay, so radii of a circle have different length. ഒരു സർക്കിൾസിനകത്തുള്ള റേഡിയസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. സോ നെക്സ്റ്റ് 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം ദ റേഡി ഡയമീറ്റേഴ്സ് ആൻഡ് ദ സെൻറ്റർ ഇൻ ഈച്ച് സർക്കിൾ. ഓരോ സർക്കിൾസിൻ്റെയും എന്താ കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം, ഡയമീറ്റർ കണ്ടുപിടിക്കണം, സെൻറ്ററും കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ, ഓക്കെ, ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞേ, റേഡിയസ് ഏതൊക്കെയാണ് ഇതിൽ? സെൻറ്ററിൽ നിന്നും ബൗണ്ടറിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒ എ ആൻഡ് ഒ ബി ആർ ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഒ എ ഒ ബി ആർ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഒ എ ആൻഡ് ഒ ബി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡയമീറ്റർ. സോ ഡയമീറ്റർ ഏതാണ്? നോക്കേ, ഡയമീറ്റർ എന്താണ്? സെൻറ്ററിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് സെൻറ്ററായ ഒയിൽ കൂടി
പാസ് ചെയ്ത് പോകുന്നത്. ദ ഡയമീറ്റർ ഈസ് AB. നെക്സ്റ്റ് എന്താണ്? സെൻറ്റർ. സോ സെൻറ്റർ എവിടെ എന്താണ് കൊടുത്തേക്കുന്നത്? O. Okay, is it clear? Second one, B. സോ സെക്കൻഡ് വണ്ണിൻ്റെയും റേഡിയസ്, ഡയമീറ്റർ, സെൻറ്റർ ഇതെല്ലാം ഇതിനെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ റേഡിയസ് ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് റേഡിയസ്. സോ റേഡിയസ് ഏതൊക്കെയാണ് നോക്കി, സെൻറ്ററിൽ നിന്നും ബൗണ്ടറിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. സോ SP, SR, ST, SQ. ഓക്കെ, സോ റേഡിയസ് ഏതൊക്കെയാണ്? SP, SR, SP, SR, ST and SQ. നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയമീറ്റർ. സോ ഡയമീറ്റർ ഏതൊക്കെയാണ് നോക്കേ, ഈ സെൻറ്ററിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ദാ RQ, RQ എന്ന് പറയുന്ന ലൈൻ കണ്ടോ, അത് സെൻറ്ററിൽ കൂടാണ് പാസ് ചെയ്ത് പോയിരിക്കുന്നത്. RQ. നെക്സ്റ്റ് വൺ ഏതാ? PT. PT എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും ഈ സെൻറ്ററിൽ കൂടാണ് പാസ് ചെയ്ത് പോയേക്കുന്നത്. സോ നെക്സ്റ്റ് വൺ സെൻറ്റർ. സോ സെൻറ്റർ ഏതാണ് നോക്കേ, ഫിക്സഡ് പോയിന്റിന്റെ പേരെന്താണ്? യെസ്. സെൻറ്റർ എന്താണ്? യെസ്. ഓക്കെ, സോ അതിലെ ബാക്കി സിയും ഡിയും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. So fourth one, calculate the radius and the diameter of each circle. കുറച്ച് സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് റേഡിയസ് കൊടുത്തിട്ടുണ്ട്, ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്താണ് ബാക്കിയുള്ളത് നമ്മൾ ഫില്ല് ചെയ്യുക, റേഡിയസും ഡയമീറ്ററും കണ്ടുപിടിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ സോ ഫസ്റ്റ് വണ്ണിലെ റേഡിയസും ഡയമീറ്ററും കണ്ടുപിടിക്കുക. റേഡിയസ് എത്രയാണ് തന്നിട്ടുണ്ട്? റേഡിയസ് എന്താണ്? സെൻറ്ററിൽ നിന്നും ബൗണ്ടറിയിലേക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. സോ റേഡിയസ് ഇവിടെ നേരത്തെ തന്നിട്ടുണ്ട്, എത്രയാണ്? 36. റേഡിയസ് ഈസ് 36 സെൻറ്റിമീറ്റർ. സോ ഡയമീറ്റർ എന്തായിരുന്നു? ഡയമീറ്റർ നമ്മൾ റേഡിയസ് തന്നാൽ നമ്മൾ ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? റേഡിയസിൻ്റെ ട്വൈസ് ആണ് ഡയമീറ്റർ. ഓക്കെ, റേഡിയസിൻ്റെ ട്വൈസ് ആണ് ഡയമീറ്റർ. റേഡിയസ് എത്രയുണ്ടോ അതിൻ്റെ ട്വൈസ് ആയിരിക്കും എന്ത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ 36ൻ്റെ ട്വൈസ് എത്രയാണ്? 36നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72. 36ൻ്റെ ട്വൈസ്, അതായത് 36ൻ്റെ ഇരട്ടി. 36നെ 36 കൊണ്ട് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ 36നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, സോ 36ൻ്റെ ട്വൈസ് ആണ് ഡയമീറ്റർ. ഓക്കെ, so next one,
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഇതെന്താണ് തന്നേക്കുന്നത് ഇവിടെ ഡയമീറ്റർ ആണ്. ഓക്കെ, സോ നമ്മളിത് എങ്ങനെ കണ്ടുപിടിച്ചു? ഈ സെൻട്രലിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ലൈൻ സെഗ്മെന്റ് ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ഡയമീറ്റർ ആണ് തന്നേക്കുന്നത്. ഡയമീറ്റർ എത്ര സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്? 8 സെന്റിമീറ്റർ. സോ നമുക്ക് റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും. നേരത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? റേഡിയസിൻ്റെ ട്വൈസ് ആണ് ഡയമീറ്റർ എങ്കിൽ ഡയമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. സോ ഈ ഡയമീറ്ററിൻ്റെ പകുതിയായിരിക്കും റേഡിയസ്. ഡയമീറ്ററിൻ്റെ പകുതിയായിരിക്കും റേഡിയസ്. ദാറ്റ് ഈസ് 8 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് എത്രയാണ്? പകുതി എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഓക്കെ, 4 സെൻറ്റിമീറ്റർ. നോക്കേ, ഈ പോയിന്റിൽ നിന്നും സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് 4 ആയിരിക്കും. ഈ പോയിന്റിൽ നിന്നും ഈ ബൗണ്ടറിയിലെ ഈ സെൻറ്ററിൽ നിന്ന് ഈ ബൗണ്ടറിയിലെ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ഈ ഡയമീറ്ററിൻ്റെ ലെങ്ത് ഫുൾ എത്ര ആയിരിക്കും? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. Sixth one, the distance from the center of a circular swimming pool to any point on its boundary is 15 meter. What is the diameter of the pool? ഒരു സർക്കുലർ സ്വിമ്മിംഗ് പൂൾ ആണ്. അതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? they given the radius of the എന്താണ്? സർക്കിൾ. ദാറ്റ് ഈസ് അത് പറഞ്ഞേക്കുന്നത് എന്താണ്? the distance from the center of a circular swimming pool to any point on its boundary. ബൗണ്ടറിയിലെ ഏതെങ്കിലും ഒരു അതായത് ആ സർക്കുലർ സ്വിമ്മിംഗ് പൂളിൻ്റെ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ബൗണ്ടറിയിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 15 മീറ്റർ ആണ്. ഓക്കെ, 15 മീറ്റർ ആണ്. ദാറ്റ് ഈസ് ദേ ഗിവൺ ടു റേഡിയസ്. ഓക്കെ, അതായത് സെൻറ്ററിൽ നിന്ന് ബൗണ്ടറിയിലെ ഏതെങ്കിലും ഒരു പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. ആ റേഡിയസ് ആണ് അവർ തന്നിരിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി പൂൾ? ഡയമീറ്റർ എത്ര കിട്ടും അപ്പം? സോ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 2, ദാറ്റ് ഈസ് 30 മീറ്റർ. ഓക്കെ, 15 റേഡിയസിൻ്റെ ട്വൈസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ റേഡിയസ് നമുക്ക് എത്രയുണ്ട്? 15 എന്ന് തന്നിട്ടുണ്ട്. സോ 15ൻ്റെ ട്വൈസ് എന്ന് പറയുന്നത് 15 ഇൻറ്റു 2 ആയിരിക്കും. ദാറ്റ് ഈസ് 30 മീറ്റർ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. അസ്സലാമു അലൈക്കും.